ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എൻ വാസുവിന് ഇന്ന് ജാമ്യം ലഭിക്കും. കേസ് ബൈജുവിന്റെ ജാമ്യഹർജിയും വിജിലൻസ് കോടതി പരിഗണിക്കും. സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെയും കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, എൻ വാസുവിനും ഒടുവിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കും എന്നുള്ളത് തന്നെയാണ്. പറയൂ, ഇന്ന് എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിക്കുക? അല്പസമയത്തിനകം തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് എൻ വാസുവിന് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ജാമ്യം ലഭിക്കുകയാണ്. കട്ടിളപ്പാളി കേസിലാണ് പ്രതിയായിട്ടുള്ളത്. നവംബർ 11 അതായത് കഴിഞ്ഞ നവംബർ 11 അറസ്റ്റിലാകുന്ന വാസു 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായത് കാട്ടിയാണ് സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചത്. ഈ സമയത്ത് SIT കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം അനുവദനീയമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം സ്വാഭാവിക ജാമ്യം കോടതി അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ വാസുവിനും ഇന്ന് കോടതി ജാമ്യം അനുവദിക്കും. കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു. അതിനുശേഷമാണ് ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റിവെച്ചത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അക്കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ന് തന്നെ എൻ വാസു ജയിൽ മോചിതനാകാനാണ് സാധ്യത. അങ്ങനെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 5ാമത്തെ ആൾ കൂടെ ജയിലിന് പുറത്തേക്ക് വരികയാണ്. മുഖ്യപ്രതി അടക്കം, അതായത് മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, സുധീഷ് കുമാർ, ശ്രീകുമാർ അടക്കമുള്ളവർ നേരത്തെ തന്നെ ജയിൽ മോചിതരായിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ എൻ വാസുവും ജയിൽ മോചിതനാകാൻ പോകുന്നത്. അതേസമയം തന്നെ തിരുവാഭരണം മുൻ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിൻ്റെ ദ്വാരപാലക ശില്പക്കേസിലും കട്ടിളപ്പാളി കേസിലും അറസ്റ്റിലായ ഈ KS ബൈജുവിൻ്റെ കട്ടിളപ്പാളി കേസിൽ സമർപ്പിച്ചിട്ടുള്ള ഈ ജാമ്യ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. ഇന്ന് വാദം കേട്ട ശേഷം പിന്നീട് മറ്റൊരു ദിവസത്തേക്ക് വിധി പറയാൻ മാറ്റുമെന്നാണ് കരുതുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ SITക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. കാരണം എൻ വാസു അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം അത് SIT ഒരുക്കി കൊടുത്തതാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി തന്നെ കുറ്റപത്രം എന്തുകൊണ്ട് സമർപ്പിക്കുന്നില്ല എന്നുള്ള വലിയ ചോദ്യം അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അതേസമയം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെ SIT റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു, വലിയ രീതിയിൽ അതിനെ എതിർക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ A പത്മകുമാർ അടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിച്ച് റിമാൻഡ് കാലാവധി നീട്ടി നൽകിയിരുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പത്മകുമാറിനടക്കം ഈ സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ. അങ്ങനെ ഒരു സാഹചര്യം അതുപോലെ തന്നെ, അതായത് എൻ വാസു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് പിന്നാലെ പത്മകുമാറും പുറത്തേക്ക് ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ് എങ്കിൽ അങ്ങനെ വന്നാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ ഗുണം ചെയ്യും. കാരണം നമുക്കറിയാം, ഈ പത്മകുമാറിന്റെയൊക്കെ കാര്യത്തിൽ CPM ഇതുവരെ ഒരു പരസ്യമായ ഒരു നിലപാട് പോലും എടുത്തിട്ടില്ല. കുറ്റപത്രം വരട്ടെ എന്നൊക്കെയാണ് അവരുടെ ഒരു നിലപാട്. അതായത് കാര്യങ്ങൾ വൈകും തോറും പത്മകുമാറിനടക്കം അനുകൂലമായ ഒരു സാഹചര്യം SIT ബോധപൂർവം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് എന്ന് തോന്നിയാൽ എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? കോടതി അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. അതായത് പൊതുജനങ്ങൾക്കടക്കം ഈ വിഷയത്തിൽ വലിയ ആശങ്കയുണ്ട്. കേസന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കോടതി വിലയിരുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഇടക്കാല കുറ്റപത്രം പോലും വരുന്നില്ല എന്നുള്ളത്. ഓരോ പ്രതികളും ഓരോ ദിവസം പുറത്തിറങ്ങുന്ന സാഹചര്യം. തീർച്ചയായും SITയുടെ അന്വേഷണത്തിൽ അതൃപ്തി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനെയും ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. വലിയ വാഹനത്തിൽ പോലീസ് സംരക്ഷണയോടുകൂടി അവരിപ്പോൾ കോടതിയിലേക്ക് വരികയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിലേക്കാണ് ഈ പ്രതികളെ എത്തിക്കുന്നത്. ഇന്ന് റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കോടതിയിലേക്ക് ഇരു പ്രതികളെയും എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഉള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം A പത്മകുമാറിനെ ഇതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇപ്പോഴാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും കോടതിയിലേക്ക് എത്തിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിലേക്കാണ് ഈ പ്രതികളെ എത്തിക്കുന്നത്. മറ്റാരെങ്കിലും കോടതിയിലേക്ക് എത്തിക്കുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അവരെ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മനോജ് പറയും, തുടരാം. തീർച്ചയായും ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണവുമായി ചെന്നൈയിലേക്ക് പോയത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ്. അവിടെ എത്തി ഈ സ്വർണം വേർതിരിച്ചു എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത്. അതിൻ്റെ തുടർ അന്വേഷണം ഉണ്ടായിരുന്നു. ആ അന്വേഷണത്തിൽ ഈ പങ്കജ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അത് SITക്ക് ലഭിച്ചു. അതിനുശേഷമാണ് SIT ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ, ഈ ഗോവർദ്ധനും ഇത്തരത്തിൽ ഈ സ്വർണത്തിൻ്റെ ഒരു പങ്ക് ലഭിച്ചു
ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ. എന്തായാലും പങ്കജ് ഭണ്ഡാരി അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ എന്നിവരെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KS ബൈജു, അതായത് തിരുവാഭരണം മുൻ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവും ഇന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും മനോജ്, അവർ തന്നെയാണ് വാഹനത്തിലുള്ളതല്ലേ? ഇതിനകം തന്നെ വിജിലൻസ് കോടതിയിൽ ഈ നടപടിക്രമങ്ങൾ തുടരും. എന്തായാലും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഇപ്പോൾ ഈ കോടതിയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. റിമാൻഡ് കാലാവധി കഴിയുന്നതിനെ തുടർന്ന് വീണ്ടും റിമാൻഡ് നീട്ടി നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. എന്തായാലും ഇവരെ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതികളായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോടതിയിൽ ഹാജരാക്കാനായി അവർ പോലീസ് വാഹനത്തിൽ എത്തിക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് പ്രതികളെ എത്തിച്ചിരിക്കുന്നത്. മനോജ്, തുടരാം. തീർച്ചയായും രണ്ടു പ്രതികളെയും കോടതിക്കുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവാഭരണം മുൻ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിൻ്റെ കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഇപ്പോൾ ഇവിടേക്ക് കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിമാൻഡ് എക്സ്റ്റൻഷൻ കൂടെ ഇന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ വിജിലൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഡോക്ടർ CS മോഹിതാണ് ഈ തുടർ നടപടികൾ നിരീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും ഈ N വാസുവിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. N വാസുവിന് ഇന്ന് ജാമ്യം ലഭിക്കും. അതായത് സ്വാഭാവിക ജാമ്യം അത് 90 ദിവസം കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ SIT കുറ്റപത്രമില്ല, മറ്റ് തുടർ നടപടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ N വാസുവിനടക്കം ജാമ്യം ലഭിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജാമ്യാപേക്ഷ കൂടെ കോടതി പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവിക ജാമ്യം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം നിലവിൽ ഈ സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. കാരണം സ്വാഭാവിക ജാമ്യം എതിർത്ത് നിൽക്കാൻ പ്രോസിക്യൂഷന് മറ്റ് തെളിവുകളോ അല്ലെങ്കിൽ ഈ കുറ്റപത്രമോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കിട്ടുമ്പോൾ വലിയ വിമർശനം SITക്കെതിരെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിലിപ്പോൾ കോടതി നടപടിക്രമങ്ങൾ തുടരുകയാണ്. N വാസുവിൻ്റെ ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം തന്നെ കോടതി വിധി പറയും. മറ്റൊന്നുമല്ല, കോടതി വിധി പറയുന്നത് N വാസുവിന് ജാമ്യം അനുവദിച്ച് കൊണ്ട് തന്നെയായിരിക്കുമെന്ന് മനസ്സിലാക്കാം. കാരണം ഇതുവരെയുള്ള പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉൾപ്പെടെ സ്വാഭാവിക ജാമ്യം നൽകിയ കോടതി ഈ ഒരു കേസിൽ N വാസുവിനും ജാമ്യം അനുവദിച്ച് നൽകും. അത് മറ്റൊരു സംശയം അതിന് വേണ്ട എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയത് അത് SIT തന്നെയാണ്. SITക്ക് കുറ്റപത്രം സമയത്തിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും അങ്ങനെ 90 ദിവസം ജയിലിൽ കിടന്ന പ്രതികളൊക്കെയും ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം തന്നെ ഈ മറ്റ് പ്രതികളെ റിമാൻഡ് എക്സ്റ്റൻഷന് വേണ്ടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി നിരീക്ഷണമുണ്ട്. മറ്റ് നിർണായകമായിട്ടുള്ള തെളിവുകൾ കൂടെ പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടെ ആരംഭിക്കുവാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സ്വർണ്ണക്കവർച്ച കേസിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ തുടർന്നു വരുന്നത്. ഇനി മറ്റുള്ള തരത്തിലേക്ക് SITയുടെ അന്വേഷണം നീങ്ങുമോ എന്നുള്ളതും പരിശോധിക്കണം. നേരത്തെ പല രീതിയിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. SIT മന്ത്രിമാരിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഉന്നതരിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെ SITക്ക് പ്രത്യേക താല്പര്യം ഈ ഒരു കേസിൽ ചിലരോട് മാത്രമുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയർന്നു നിൽക്കുന്നത്. എന്തായാലും SITയുടെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നുള്ള മറുപടി പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും ED കൂടെ ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറുവശം എന്തെന്നാൽ ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ജനങ്ങളിലുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ തുടർ നടപടികൾ കൂടെ കോടതിയിൽ ഇങ്ങനെ തുടരുകയാണ്. എന്തായാലും ഇന്ന് അതായത് അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായിട്ടുള്ള N വാസു മുൻ ദേവസ്വം പ്രസിഡന്റും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം കമ്മീഷണറുമാണ്. N വാസുവിനെ സംബന്ധിച്ചാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി തലം മുതൽ അതായത് CPMൻ്റെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തകരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ യുവതീ പ്രവേശന സമയത്തെ നിലപാടുകളൊക്കെ തന്നെ വലിയ ചർച്ചയായതുമാണ്. അത്തരത്തിലൊരാളാണ് ഇന്ന് ഈ സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായി ഇപ്പോൾ ഈ ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുവാൻ പോകുന്നത്. എന്തായാലും N വാസുവിനെയും മനോജ്, എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് മനോജിലേക്ക് തന്നെ എത്താം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിന് ഇന്ന് ജാമ്യം ലഭിക്കും. സ്വാഭാവിക ജാമ്യത്തിനാണ് സാധ്യത. ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ കോടതിയിൽ എത്തിച്ചിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകിയത് M മനോജാണ്.